ഹലോ. ഇന്ന് നല്ല മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. മോൻക്ക് ഇന്നലെ രാത്രി തീരെ വയ്യായിരുന്നു, ചെവി വേദനയൊക്കെ ആയിട്ട്. അപ്പം അവന് ക്ഷീണം കൊണ്ട് രാവിലെ തന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഇപ്പം തന്നെ ഞാൻ ബെഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു, ക്ലീനാക്കി വെച്ചേക്കുവാണ്. അതിനുശേഷം അടുക്കളയിൽ പോയി ചായക്ക് വെള്ളം വെച്ചു. കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത്. കട്ടൻ ചായ ഉണ്ടാക്കിയതിന് ശേഷം ചായക്ക് കടിയായിട്ട് ഇന്ന് നൂഡിൽസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇൻഡോമീൻ്റെ നൂഡിൽസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് വലുതാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേരുണ്ട്, വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പം അവർക്കുള്ള നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. പാത്രം ചൂടാക്കിയിട്ട് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിലോട്ട് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത്, എന്നിട്ട് അതിലോട്ട് ഒരു 3 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അത് നല്ലോണം വഴറ്റിയതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ എടുക്കുന്ന പച്ചക്കറി, ആവശ്യമുള്ള പച്ചക്കറി കിട്ടുക. ഞാൻ ഇവിടെ ക്യാബേജും ക്യാരറ്റും ബീൻസും ആണ് കട്ട് ചെയ്തിട്ടത്. അങ്ങനെ അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ടുള്ള മസാലകളും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന പാക്കറ്റിൽ മസാല ഉണ്ടാവും, പൊടി ഉണ്ടാവും. ആ മസാലപ്പൊടി അതിലോട്ടിടുക. ഇവിടെ അപ്പുറത്തെ സൈഡിൽ തന്നെ ചിക്കന് ബ്രോസ്റ്റിൻ്റെ പൊടി മിക്സ് ആക്കിയാണ്ട് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്ട് സൈഡിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് നൂഡിൽസ് ഇട്ട് ആ പൊരിച്ച ചിക്കനും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടോ. അങ്ങനെ ചായക്കുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നേരെ പോയിട്ട് പിന്നെ ചെയ്യുന്നത് വെള്ളം വെക്കലാട്ടോ അടുപ്പത്തുള്ള പരിപാടിയൊക്കെ വേഗം ചെയ്ത് കഴിഞ്ഞാൽ പണിയും വേഗം തീരും. അപ്പോൾ വെള്ളം നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോഴേക്കും വെള്ളം അടുപ്പത്ത് റെഡിയാവും, ചൂടാവും. അപ്പോൾ വേഗം അരിയിട്ടാൽ ചോറുമായി. അപ്പോൾ വേഗം അടുപ്പ് കത്തിക്കുകയാണ് കേട്ടോ. ഓലക്കൊടിയും ചകിരിയൊക്കെ വെച്ചാണ്ട് അടുപ്പ് കത്തിച്ച് വേഗം വെള്ളമൊക്കെ വെച്ചു. അങ്ങനെ നന്നായിട്ട് അടുപ്പ് കത്തുന്നുണ്ടായിരുന്നു. രാത്രി ഉറക്കം മര്യാദയൊക്കെ ആവത്തുണ്ടെന്നെ ഭയങ്കര ക്ഷീണം മടിയും ഒക്കെ ആയിരുന്നു. പിന്നെ മടി പിടിച്ച ദിവസം തന്നെയായിരുന്നു ഫുള്ള്. അപ്പം ഇന്ന് അടുപ്പ് കത്തിക്കുന്നവിടെ മോനിങ്ങനെ തൊട്ട് പിന്നാലെ തന്നെ മോനുണ്ടായിരുന്നു. അവന് എനിക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേറെ പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പത്ത് വെള്ളമൊക്കെ വെച്ചപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. അപ്പോൾ വേഗം ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നേരെ ഉപ്പേരിക്കുള്ള പരിപാടിയായിട്ടോ നോക്കുന്നത്. ഉപ്പേരി ഇന്ന് ബീട്രൂട്ട് ആക്കാമെന്നാണ് വിചാരിച്ച്. 2 ദിവസം ക്യാബേജ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ബീട്രൂട്ട് ആക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് അടുപ്പത്തുനിന്ന് ചോറായി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേഗം പോയി ചോറ് ഊറ്റി. കാരണം റേഷനരിയാണ്, അപ്പം വല്ലാണ്ട് വെച്ചാൽ വെന്ത് കഞ്ഞിയായിട്ട് പോകും. അപ്പോൾ വേഗം ചോറ് ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. ചോറാവുന്നതിന് മുന്നേ തന്നെ ഉപ്പേരിക്കുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം അടുപ്പത്തേക്ക് പാത്രം വെച്ച് നമുക്ക് വേഗം ഉപ്പേരി ഉണ്ടാക്കാം. പക്ഷേ ഇപ്പം ഇന്ന് ഭയങ്കര ലേറ്റായിട്ടാണ് എല്ലാതും ചെയ്തത്, മടി പിടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഉപ്പേരിക്ക് അരിയാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം ഇനി ആ ചോറ് ഊറ്റുന്ന ടൈം കൊണ്ട് തന്നെ ഇവിടെ ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കുകയാണ്. എന്നിട്ടാണ് അടുപ്പത്തേക്ക് പാത്രം വെച്ച് പിന്നെ വീണ്ടും കത്തിക്കേണ്ടി വന്നു. അങ്ങനെ കത്തിച്ച് അടുപ്പത്തേക്ക് ഉപ്പേരി ഇട്ട്. അടുപ്പത്ത് ഇതേപോലെ തന്നെ എല്ലാതും റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പണികൾ ഭയങ്കര സ്പീഡിൽ തീരുട്ടോ. എല്ലാതും കറക്റ്റ് നമ്മൾ കട്ടിങ് ആദ്യം കഴിക്കണം. എന്നാൽ പിന്നെ എല്ലാതും സ്പീഡിൽ എല്ലാതും കഴിയും. എല്ലാ പണികളും കഴിഞ്ഞ് നമുക്ക് ഫ്രീ ആവാം. ഗ്യാസ് ഉണ്ടാക്കുന്നതിനെക്കാട്ടി ഒന്നും കൂടി എളുപ്പമാണ് അടുപ്പത്തുണ്ടാക്കാൻ. കനലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കത്തിക്കേണ്ട ആവശ്യമില്ല. ആ കനലിലൊക്കെ ഉപ്പേരിയൊക്കെ ആണെങ്കിൽ വേഗമാവും. നേരെ മറിച്ച് ഗ്യാസൊക്കെ ആണെങ്കിൽ തീയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കണ്ടേ. അടുപ്പത്താകുമ്പോൾ ഒക്കെ എളുപ്പമാണ്. അങ്ങനെ അടുപ്പത്ത് ഉപ്പേരി ആവുന്ന ടൈം കൊണ്ട് തന്നെ നമുക്ക് മീൻ നന്നാക്കിയെടുക്കാം. മീനിന്ന് കിട്ടിയേക്കുന്ന ആനച്ചവിട്ടിയാണ്. നിങ്ങളവിടെ എന്താ പറയുക, കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ മീൻ നന്നായിട്ട് കഴുകി ആനച്ചവിട്ടി കായം തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അടുപ്പത്തെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഗ്യാസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാം കേട്ടോ. മറ്റേത് എല്ലാം കൂടി കാണുമ്പോൾ മടിയാവും, പിന്നെ ഭാരമായി തോന്നും. അപ്പോൾ ഇതാവുമ്പോൾ ഓരോ പണികളും കഴിഞ്ഞ് അവിടെ കണ്ട് നന്നാക്കുമ്പോൾ പിന്നെ നമുക്ക് വലിയ പണികൾ ഉണ്ടാവില്ല, അപ്പം മടി തോന്നില്ല. ഇങ്ങനെ ക്ലീനായിട്ട് അടുക്കള കാണുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ് കേട്ടോ. അങ്ങനെ ആ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ മഫുമായിട്ട്
തുടയ്ക്കാൻ വേണ്ടി പോവാണ്. ആദ്യം റൂം തുടയ്ക്കുകയാണ് കേട്ടോ. മെല്ലെ തുടയ്ക്കുന്ന അവിടെ മോനെ ഉറങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. എങ്ങാനും സൗണ്ട് കേട്ടാൽ അവന് നീച്ച പിന്നെ പണിയൊന്നും നടക്കില്ല. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് മെല്ലെ സൗണ്ട് ഉണ്ടാക്കാതെയാണ് തുടച്ചെടുക്കുന്നത്. അങ്ങനെ റൂമുകളും കാര്യങ്ങളൊക്കെ തുടച്ചു. പിന്നെ ഡൈനിങ് കൊലായും ഡൈനിങ് ഹാളും അങ്ങനെ അടുക്കള വഴി മൊത്തം തുടച്ചെടുക്കുകയാണ്. അങ്ങനെ തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടോ. കുളി കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുന്ന നേരത്താണ് മീൻ പൊരിക്കാൻ പോകുന്നത്. ഇവിടെയുള്ള എല്ലാവർക്കും ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ മീനൊക്കെ പൊരിച്ചത്. അപ്പം ആ ടൈം ഫുഡ് കഴിക്കുന്നതിന് കുറച്ച് മുന്നേ ആയിട്ട് മീൻ പൊരിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ വേഗം ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് മീൻ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയൊരു പാത്രമാണ്. നല്ല യൂസ്ഫുള്ളാണ്. കാസ്റ്റ് അയണിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നോൺ സ്റ്റിക്കിനെക്കാട്ടിയും ഒന്നും കൂടി ബെറ്ററായിട്ട് തോന്നി എനിക്കിത്. സംഭവം കുറച്ച് വെയിറ്റ് കൂടുതലാണ്, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നല്ലതുമാണ്. അതുപോലെ തന്നെ എണ്ണയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി വെക്കണം. ഇല്ലെങ്കിൽ അത് തുരുമ്പ് പോലെ പിടിച്ചിട്ട് ആകെ പണി കിട്ടും. അപ്പം നല്ല മട്ടത്തിൽ കൊണ്ടെടുക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കുക. അത്രയും നല്ല സാധനമാണ്. ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. നോൺ സ്റ്റിക്കിനെക്കാട്ടും കൂടുതൽ കാലം നിൽക്കുകയും ചെയ്യും. ഇതില്ലാത്തവരൊക്കെ ഇതുപോലത്തെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. അത്രയും നല്ല സാധനമാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ ഓരോന്നായിട്ട് പൊരിച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സപ്പോർട്ട് ചെയ്ത് കൂടെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.